ഒരു വ്യാഴവട്ടക്കാലം 12 വർഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലത്തെ ചെറിയ കാലയളവല്ല അല്ലേ? അങ്ങനെ ഞാനും ഒരു വ്യാഴവട്ടം പൂർത്തീകരിക്കുകയാണ് ഭാഗ്യനോടൊപ്പമുള്ള ഈ സന്തുഷ്ടമായ ജീവിതത്തിൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം സ്വപ്നം കണ്ട രീതിയിലൊന്നും മുന്നോട്ട് പോകണമെന്നില്ല. പക്ഷേ നമ്മൾ സ്വപ്നം കണ്ട രീതിയിൽ കുറച്ച് മാറ്റി ചിന്തിച്ച് അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതാണ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദരിദ്രരായിട്ട് ജനിക്കുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. പക്ഷെ മരിക്കുമ്പോൾ പണക്കാരായിട്ട് മരിക്കണം എന്ന് ആരൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ളവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. സന്തോഷം എന്നത് പണത്തിൽ മാത്രമല്ലല്ലോ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത് കൊണ്ടല്ലേ. കുന്നോളം സ്വപ്നം കണ്ടാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ കുന്നോളം സ്വപ്നം കണ്ട് നമുക്ക് അങ്ങോട്ട് വലിയ വലിയ ആഗ്രഹങ്ങളായിട്ട് ഇനിയും മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങോട്ട് തുടങ്ങിയാലോ. ഇന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് കേട്ടോ. കാലത്ത് എണീറ്റ് ഒന്ന് ഫ്രഷായി നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ തന്നിട്ടാവാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഒരു ദിവസത്തിലത്തെ തുടക്കം എന്ന് പറയുന്നത് ഒരു കുളിയൊക്കെ പാസ്സാക്കി, ഒരു ചെറിയ മേലുകുളിയൊക്കെ ഒന്ന് പാസ്സാക്കി നമുക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് തുടങ്ങാം കേട്ടോ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ കയറണം. അത് കാരണം കൊണ്ട് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട് നമ്മളോടൊപ്പം എല്ലാവരും ഉള്ള കാരണം കൊണ്ട് അതങ്ങോട്ട് എൻജോയ് ചെയ്ത് ഓരോ നിമിഷവും ബിസി ആക്കി വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിരിക്കും നമ്മുടെ ലൈഫ്. ഒന്നും ആലോചിക്കാൻ സമയമില്ലാതെ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു ജീവിതം. നമ്മൾ ഈ മണ്ണിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അത് കാരണം കൊണ്ട് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ us. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ദോശയും അതുപോലെ തന്നെ കുറച്ച് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ചമ്മന്തിയും കൂടെയാണ്. കുറച്ച് ദിവസമായിട്ടേ നമ്മൾക്ക് ഈ ഒരു തിരക്കുള്ള ലൈഫിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ പടി മുന്നോട്ട് പോകും തോറും ഈ ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫുഡുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കി നമ്മുടെ വയറിൻ്റെ ആ വിശപ്പും അതുപോലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. മഹാസാഗരങ്ങളിലൂടെ സുരക്ഷിതമായി ചലിക്കുന്നവയാണ് ഏറ്റവും മികച്ച കപ്പലുകൾ. ഞാൻ തരുന്നതിനേക്കാളും വലിയ മോട്ടിവേഷനാണ് പിന്നിലിരിക്കുന്ന ചേച്ചി തരുന്നത്, അതെനിക്ക്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ചട്നിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്നി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ജീരകവും കടുകും കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. തീ ഓഫാക്കി വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറികളായിട്ടുള്ള കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ സവോള, അത്രയും സാധനങ്ങളും പിന്നെ കുറച്ച് ഒരു നാടൻ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് ദോശ കുറച്ച് ഹെൽത്തി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ആ പാത്രത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ കാണാനില്ല അല്ലേ. ആക്ച്വലി അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ട്, എനിക്ക് ഫൈബ്രോയിഡ് ഉള്ള കാരണം കൊണ്ട് നല്ല ബ്ലീഡിങ് വരും ഇവിടെ. അപ്പോൾ ബീട്രൂട്ടും അനാറും നമ്മുടെ മാതള നാരങ്ങയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ ബ്ലഡ് ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് ഈ ഫൈബ്രോയിഡ് ബ്രേക്ക് ആയിട്ടേ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു എപ്പിത്തീലിയൽ ഡാമേജ് ഒക്കെ വരുന്ന കാരണം കൊണ്ടുള്ള ബ്ലഡ് ലോസ് വേറെ ഉണ്ട്. അപ്പോൾ അനീമിക് ആവും ചില സമയത്ത് 5 ഒക്കെ എത്തും. ഭയങ്കര നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ട അവസ്ഥയിൽ വരെ എത്താറുണ്ട്. കുറച്ച് നാളായിട്ട് കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, കാരണം ഇങ്ങനത്തെ ഫുഡുകൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കാരണം കൊണ്ടാണ്. ഹെൽത്തി ആയിട്ട് എപ്പോഴും ഫുഡ് കഴിക്കുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ വക പരിപാടികളൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. ഇത് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ വ്ളോഗ്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, എണ്ണയൊക്കെ കുറച്ച്, സ്പൈസസ് ഒക്കെ കുറച്ച്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. മിക്കത് ചിക്കനും മുട്ടയും പനീറും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഡെയിലി റുട്ടീനിലും ഡെയിലി റെസിപ്പീസിലും. മുട്ട എന്നും പുഴുങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ബോറടിക്കൂല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റി ആവാമെന്ന് വെച്ചിട്ട് ഒരു 3 മുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഉപ്പും കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ആ ചമ്മന്തി മിക്സിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ പുതിയ പുതിയ രീതികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം. ഇത് നമ്മൾ ആ ചമ്മന്തിയിൽ ഇട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. നല്ല ഫുഡ്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഫൈബ്രോയിഡ്, തൈറോയിഡ് അതുപോലെയുള്ള ഹോർമോണൽ ഇഷ്യൂസ് വരുന്ന രോഗങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മാത്രമല്ല മൂഡ് സ്വിങ്സ് വരുമ്പോഴും നമുക്ക് ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. നന്നായിട്ട് യോഗയും വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ശ്രീ അതെങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്നുള്ള കാര്യം. എനിക്കിപ്പോൾ മൂഡ് സ്വിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഹെൽത്തി ഫുഡ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലോ കലോറി ഫാറ്റും ഒക്കെ കുറവുള്ള ഫുഡും അതുപോലെ തന്നെ വർക്കൗട്ടും പിന്നെ ഈ
മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കൊരു സെൽഫ് കെയർ കൊടുത്ത് നമുക്ക് കുറേ നാളിനി മുന്നോട്ട് പോകണ്ടേ, അത് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ സന്തോഷമായിട്ടിരുന്നാലാണ് നമ്മുടെ കൂടെയുള്ളവർ സന്തോഷമായിട്ടിരിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങിയപ്പോൾ, അത് കാലം മാറ്റുന്നതാണ് കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ എത്തി തുടങ്ങിയപ്പോൾ നമ്മളിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാനും സെൽഫ് കെയർ കൊടുക്കാനും തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഫൈബ്രോയിഡും ഇവരൊക്കെ പരിപാടികളൊക്കെ കുറഞ്ഞു വന്നൂടാ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചമ്മന്തി ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂണിൻ്റെ ഒപ്പോ മഷ്റൂമിൻ്റെ ഒപ്പോ പനീറിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഒപ്പോ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അതിൽ കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മളിത് അതിനെ ഗ്രേവി ആക്കി എടുക്കുകയാണ്. ആ ഗ്രേവിയിലേക്കാണ് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുണ്ടല്ലോ, അതായത് കൊത്തി പൊരിച്ച നമ്മുടെ മുട്ട, അത് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ പച്ചക്കറി വേണമെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു മാത്രം. പിന്നെ നമ്മൾ ബീട്രൂട്ട് അരച്ചൊഴിച്ചിട്ടുണ്ട് നമ്മുടെ ദോശ, അതിൽ കുറച്ച് പച്ചമുളകും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദോശയ്ക്ക് ചെറിയൊരു എരിവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ക്യാരറ്റ് ഇടാം, നമുക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ഇപ്പോൾ കോളിഫ്ലവറൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളിലും ഓരോ ദിവസങ്ങളിൽ വെറൈറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിന് ഒരുമ്പെട്ട് ഇറങ്ങിയാൽ മാത്രമാണ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ ടേബിളിൽ എത്തുള്ളൂ കേട്ടോ. എന്നും നമ്മൾ ഒരേ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കും ബോറടിക്കും, ഇത് കഴിക്കുന്ന ആൾക്കാർക്കും ബോറടിക്കും. ഇതുപോലെയൊക്കെ വല്ലപ്പോഴും ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണെന്നേ. ഈ ദോശ കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഞാൻ പോയിട്ടേ പതുക്കെ ഈ ദോശ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. 2 ദോശയും ഇത്തിരി കറിയും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫില്ലിംഗ് ആയിരുന്നു. ഇനി നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടേ, നമ്മുടെ അഗാരോയുടെ ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷ്. അതൊന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇന്ന് നമ്മൾ ഈ മുടിയിലൊരു താജ്മഹൽ പണിയും. എൻ്റെ മുടി പൊതുവേ ഇതാ കണ്ടോ, ഇതുപോലൊരു വേവി സ്ട്രക്ചറാണ് കേട്ടോ. ഇതിനെ വെട്ടിക്കുറയ്ക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര മടിയാണെന്നേ. പക്ഷേ നമുക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് ആക്കിയെടുത്താലോ, നല്ല സിൽക്കി സ്മൂത്ത് ഹെയർ. ഇതിനൊരു അടിപൊളി പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ. മുടി നമ്മളിങ്ങനെ ചീകി എടുക്കില്ലേ, ആ ലാഘവത്തോടെ ഈ കാണുന്ന സിൽക്കി മുടി ഉണ്ടാക്കാം. അതിനായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ അഗാരോന്റെ ഹെയർ സ്ട്രൈറ്റനിങ് ബ്രഷ്. ഇതൊരു 2-in-1 ഹെയർ ബ്രഷ് ആണ് കേട്ടോ. അതായത് നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്യാനും അതോടൊപ്പം തന്നെ കോംബ് ചെയ്യാനും പറ്റും. അഡ്വാൻസ്ഡ് ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈസി ഗ്ലൈഡിംഗ് ആണ്, ഡീടാംഗ്ലിംഗ് ആണ്. മാത്രമല്ല സ്ട്രെയിറ്റൻ ചെയ്യാനും നമ്മുടെ മുടിക്ക് ഒരു വോളിയമൈസ്ഡ് ഇഫക്റ്റ് തരാനും കഴിയുന്നുണ്ട് കേട്ടോ. ഈ ബ്രഷിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലൊന്നും മുട്ടിയാലും നമുക്ക് പൊള്ളില്ല, അതായത് ഹീറ്റ് ഫീൽ ചെയ്യില്ല. അതിനെ PTC ഹീറ്റിംഗ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ഐക്കോണിക് ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഫ്രിസിനെസ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ അല്ലേ. ഇതിന്റെ പാക്കേജ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ 2-3 വട്ടം ഉപയോഗിച്ചു, പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അതുപോലെ തന്നെ എടുത്തു വെച്ചതാ. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇതിൽ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്ലൗസ് ഉണ്ടാവും. ഈ ഗ്ലൗസിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, കാരണം അത് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഹീറ്റ് കുറച്ചും കൂടി ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാമെന്ന് മാത്രം. കണ്ടോ എന്ത് സിമ്പിളാല്ലേ. ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. കണ്ടോ ഇതിന്റെ ഈ പാഡ്സ് പോലെ ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ മുടിയിൽ തട്ടിയാലും നമുക്ക് ചൂടൊന്നും ഏൽക്കില്ല കേട്ടോ. അതായത് സ്കാൽപ്പിൽ തട്ടിയാലും ചൂടൊന്നും ഏൽക്കില്ല. ഓട്ടോ ഷട്ട് ഓഫും കൂടി ഉണ്ട് കേട്ടോ. അത് കാരണം സേഫാണ്. ഇതിന്റെ വയറെന്ന് പറയുന്നത് എക്സ്ട്രാ ലോങ്ങും ആണ്, 360 റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 5 തരത്തിലുള്ള ഹീറ്റിംഗ് സെറ്റപ്പുകളാണ് ഇതിൽ വരുന്നത്. 210 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമുക്ക് ഓരോ ഹെയറിൻ്റെ ചൂടിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പിനനുസരിച്ച് നമുക്ക് ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന പ്ലസും മൈനസും ബട്ടൺസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചൂടനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരു ടെക്സ്ചർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്തും ഡിക്രീസ് ചെയ്തും വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫാസ്റ്റ് ഹീറ്റിംഗ് ആണ്. പിന്നെ ആൻറ്റി സ്കാൽഡ് ഡിസൈൻ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും വരുന്നില്ല. പിന്നെ 360 സ്വിവൽ പവർ കോഡ് ഉണ്ട്. പിന്നെ നമുക്ക് സാധാരണ മുടി ഇങ്ങനെ ഈരി കൊടുക്കുന്ന പോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഈരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും ചെയ്യും. നേരെ ഇല്ലാത്തവർക്കൊക്കെ വെറും 5 മിനിറ്റിൽ മുടി സ്ട്രെയിറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. യൂണിക് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്തും ഫ്രീസിനെസ്സും ഒന്നും ഇല്ലാത്ത അടിപൊളി മുടിയായിട്ട് കിട്ടും കേട്ടോ. മുടിയിലെപ്പോഴും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈരിയെടുത്ത് നമ്മുടെ വേവി ആയിട്ടുള്ള ഹെയർ ഇതുപോലെ സിൽക്കി സ്മൂത്തി അതുപോലെ തന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റേ ആവശ്യമുള്ളൂ. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ഗ്ലൗസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഗ്ലൗസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ഭയങ്കര സേഫായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. ബാക്കി ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു സ്ട്രെയിറ്റ്നറിനേക്കാളും ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടും ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യാത്ത രീതിയിലും നമുക്ക്
തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ലുക്ക് കണ്ടോ, അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി പതുക്കെ ഡാൻസ് ക്ലാസ്സിലേക്ക് കയറിയിട്ടേ നമുക്ക് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. 12 വർഷം എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാണെന്നറിയോ പോയിണ്ടായേ. ആദ്യമൊക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പിന്നെ ചടപ്പടേന്ന് പറഞ്ഞ് പോയി തുടങ്ങി. ഇപ്പൊ ഓരോ ദിവസം പോണത് ഓരോ മണിക്കൂർ പോലെയുള്ള ഒരു ഫീലാണ്. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ കേക്ക് ഉണ്ടല്ലോ, ആന്റി തന്ന കേക്ക് പറഞ്ഞാൽ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കട്ട് ചെയ്യണം. നമ്മൾ ഇതിന് പ്രിസർവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേട്ടന്റെ ഫ്രണ്ട്സ് എല്ലാ കൊല്ലവും ചേട്ടന് വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ ഫ്രണ്ട്സിനെ വിളിക്കണം ഭയങ്കര നിർബന്ധം. അപ്പോൾ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ അടുത്തുള്ള ഒരു 5-6 ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ ഡെൽസിയാൻ്റെയും ഇവിടെ എല്ലാവരും സന്യങ്ങളും പിള്ളേരൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞെ ഫംഗ്ഷൻ, അതുകൊണ്ടാണ് അമ്മ പോകാണ്ടെന്ന്. കുഞ്ഞിനും പോയിട്ടില്ല. അപ്പം ഞാൻ ബീഫും പൊറോട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. പൊറോട്ട നമുക്ക് നമ്മുടെ കടയുടെ അവിടെ നൂൽ പൊറോട്ട ഉണ്ടാക്കിയത് കൊണ്ടുവരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബീഫ് നമ്മൾ തന്നെ വെക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ബീഫ് വേണം. അപ്പം അത് കഴുകി വൃത്തിയാക്കി തന്നതാട്ടാ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. കുറെ സാധനങ്ങളൊക്കെ അവിടെ അഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ടാവില്ല. ഞാനപ്പോൾ ഓൺലൈനിലായിട്ടൊക്കെ എഴുതി തിയറി ആയ കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. ഞാനിത് പകുതിയിട്ട് ഇറങ്ങി പോലും ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എന്തായില്ല. തിയറി അല്ലേ, ആരെങ്കിലും എഴുതിയെടുക്കാന്ന് വിചാരിച്ചു കള്ളത്തരം. പിന്നെ കായിട്ട് വെക്കാൻ പറഞ്ഞു ഭാഗ്യം. അല്ലെങ്കിൽ കായൊന്നും ഇടണ്ടെന്ന് പറയാറ്. എന്താന്നറിയില്ല, കായിട്ട് വെക്കാൻ പറഞ്ഞു. കുറച്ച് മുളക്, നമ്മുടെ പച്ചമുളക്, നമ്മുടെ നാടൻ മുളക് പൊടി ഇല്ല, കഴിഞ്ഞു. നാടൻ മുളകൊക്കെ ഇനി ഉണ്ടായിട്ട് വേണം മുളക് പൊടി. നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. ഇതൊന്ന് വേവിക്കാൻ 2 വിസിൽ പറ്റിട്ടാ. ഇവിടെ ചേട്ടന്മാർക്ക് വല്ലപ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ കൂടുള്ളേ. അപ്പൊ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാം. അതിനെയാണ് മെയിൻ ലക്ഷ്യം. എന്തെങ്കിലും അതിനൊക്കെ ഒന്ന് കുറിക്കാൻ വേണ്ടേ, അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ബീഫും പൊറോട്ടയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് വല്ലതും നിങ്ങൾ കേട്ടോ, ഞാൻ ആ ഒരു ഒഴുക്കിലാക്കിട്ട് പറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ബീഫ് ഗരം മസാല, ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിലൊന്നുമല്ല, ഒരു 5 വിസിലെങ്കിലും വേണം, എന്നാലും അത് വേവുള്ളൂ. ഞാൻ ആ ഒരു ഒഴുക്കിലങ്ങോട്ട് പറഞ്ഞു പോയതാ. പിന്നെ ബാക്കി പരിപാടികളൊക്കെ നമുക്കിവിടെ സെറ്റാക്കി വെക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് നമ്മുടെ പണികൾ വേഗം തീർക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഉള്ള കാരണം കൊണ്ട് അമ്മ എപ്പോഴും പറയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്തോളൂ, എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്തോളൂ എന്ന്. പക്ഷെ നമുക്ക് അടുക്കളയിൽ കയറുമ്പോൾ നമ്മളേതായ ഒരു രീതി ഉണ്ടാവൂലേ, അത് മറ്റാൾ റൂൾ ചെയ്യുമ്പോൾ ഇഷ്ടമല്ല. അത് അമ്മയായ കൂടിയെന്ന്. എന്നാലും ഞാൻ അമ്മ പറയുന്നതൊക്കെ കേൾക്കൂട്ടോ. അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്പെക്ട് എന്ന രീതിയിൽ. പക്ഷെ അമ്മ പോകുമ്പോൾ വീണ്ടും ഞാൻ പഴയ രീതിയിലാവും. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മിക്ക കുക്കിംഗ് ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാനെല്ലാം അങ്ങനെ ഒതുക്കി വെച്ചിട്ടാ ചെയ്യാം. സമയലാഭം നന്നായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ കുഞ്ഞൻ ഒരു ചാക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചാക്ക് നിറയെ റംബൂട്ടാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം റംബൂട്ടാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏട്ടായും ചേച്ചിയും ഒക്കെ റംബൂട്ടാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യം മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഡെൽസി ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കടയിൽ വെക്കാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് കടയിൽ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ചേച്ചിക്ക് കൊണ്ടുപോയി, കുഞ്ഞിന് കൊണ്ടുപോയി. ഡെൽസി ആൻറ്റിയുടെ വീട്ടിൽ 2 തരത്തിൽ, അവിടെ 3-4 ഉണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് കേട്ടോ ഈ ഒരു റംബൂട്ടാൻ. പക്ഷെ അവിടെ കുറച്ചും കൂടെ നാളായി ഉണ്ടായി തുടങ്ങിയിട്ടേ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് അരി കടയിൽ കൊണ്ടുപോയിക്കുള്ളൂ കേട്ടോ. സന്യങ്ങളാണ് പൊട്ടിച്ചു കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അവിടെ 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് നാടൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കുരുമ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും, നമ്മുടെ ആ ഫ്ലഷ്. പക്ഷെ നമ്മൾ മേടിക്കുന്ന NIT ഉണ്ടല്ലോ, അതിങ്ങനെ കുരുമെന്ന് അടർന്ന് വീഴുന്ന രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വാരി കഴിച്ചപ്പോഴേക്കും നമ്മുടെ ബീഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉരുളി വെക്കാം. ഉരുളിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കുഞ്ഞുള്ളി ധാരാളം ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ടേ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കായിട്ടിട്ട് വയ്ക്കാൻ പറയാ, അതിലേറെ കായിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൊലി കളയല്ല, നല്ല തൊലി. അപ്പോൾ അതിങ്ങനെ പതുക്കൊന്ന് ചെത്തിയിട്ട് ഇങ്ങനെ വരികയാണ് വിചാരിച്ചിട്ടാണ്. അച്ഛൻ രാവിലെ തന്നെ പണിക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും പറമ്പിന്റെ അറ്റത്തും മൂലത്തൊക്കെ പിച്ചി പറിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അമ്മയെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും കാര്യം ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് അമ്മ അങ്ങനെ ചെയ്ത് തരുമായിരുന്നു. ഇപ്പം ഞാൻ പറയാം അമ്മ ചെയ്യേണ്ട, സൈഡിലിരുന്നോ എന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തോട്ട് വൈകുന്നേരം വരെ കടയിലത്തെ പരിപാടികളൊക്കെ ചെയ്ത് വീട്ടിലെത്തി വീട്ടിലത്തെ പരിപാടികളൊക്കെ ചെയ്ത് എന്നും തിരക്കിൽ ജീവിക്കുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ അമ്മയുടെ ചാനലിൽ എന്താ വീഡിയോ കാണാത്തത് നിങ്ങൾ ചോദിക്കാറുണ്ട് കുറേ പേര്. അപ്പോൾ അമ്മോട് ഞങ്ങൾ പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുക്ക്,
പതുക്കെ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പതുക്കെ വീഡിയോസ് ഇടാമെന്നുള്ള രീതിയിലാണ്. എൻജോയ് ചെയ്തിട്, ഇങ്ങനെ ധൃതി വേണ്ട അമ്മ എന്ന് പറഞ്ഞു. അവരൊക്കെ അവിടെ ഉണ്ടാവും. അമ്മേനെ കാണുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, വല്ലപ്പോഴും കാണുമ്പോഴായെന്നൊക്കെ പറഞ്ഞ ആളെ കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരുപാട് പണിയെടുത്തിട്ടുണ്ടെങ്കിലേ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളെ ഞങ്ങൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് വെക്കണത് കേട്ടോ. എന്നാലും വല്ലപ്പോഴൊക്കെ അമ്മേരെ ചാനലിലും വീഡിയോസ് വരും. അങ്ങനെ കായൊക്കെ നന്നാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ നന്നാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അതൊക്കെ മേടിച്ച് നന്നാക്കി. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുണ്ടായ നേന്ത്രക്കായാണ് കേട്ടോ. ഇതിന്റെ ഭംഗി കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചെടുത്ത് വറക്കായിരുന്നു എന്ന്. കാരണം ഇവിടെ ശ്രീകുട്ടിന് സ്നാക്സിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ല എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാമല്ലോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ വറക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം കേട്ടോ, അല്ലെങ്കിൽ അത് കറ പിടിക്കും. അപ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി ഒക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫിൽ കായ, ആ വെള്ളത്തോട് കൂടെ കായ ഇട്ടിട്ടേ നമുക്ക് അതും ഒന്ന് വേവിച്ചെടുക്കാം. പരിപാടി തുടങ്ങാറായപ്പോഴേക്കും ദേ ഗംഭീര മഴ. മഴ എന്ന് പറഞ്ഞാൽ പോരെ, ഗംഭീര മഴ. അങ്ങനെ മഴ കണ്ട് കുറേ നേരം ആസ്വദിച്ച് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് വർത്താനം പറഞ്ഞു. ചേച്ചിയല്ല, അമ്മയും ഞാനും അച്ഛനും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ വെന്ത നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, അതിലേക്ക് വെന്തല്ല, തയ്യാറായി വന്ന മസാലയൊക്കെ പിടിച്ച ആ ഗ്രേവിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായും അതുപോലെ തന്നെ ഈ ബീഫും ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ കായിട്ട ബീഫ് കറി എന്ന് പറയുന്നത്. ഇതിലത്തെ കായ പറിക്കുന്നതിന് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. ബീഫിനേക്കാളും എനിക്കിഷ്ടം കായയാണ്. ഭയങ്കര ടേസ്റ്റാണ് കായ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പൊറോട്ടയ്ക്ക് കഴിക്കേണ്ട കാരണം കൊണ്ടേ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പറ്റും. നാളത്തേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. ഇതാണ് നൂൽ പൊറോട്ട. ഇത് ഒല്ലൂരിന്നല്ല കേട്ടോ, ഒല്ലൂരിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസ് നടക്കുന്ന സമയത്ത് ഞാൻ കുളിച്ചു. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസ് നടക്കുന്ന സമയത്ത് നമ്മള് പൊറോട്ടയും കറിയും മാത്രമാണ് ഉണ്ടാവുക. നമുക്ക് നൂൽ പൊറോട്ട എന്ന് പറയാനുള്ള കാരണം നിറയെ നൂലുകളായിരിക്കും. ഗൈസ്, ഓ മൈ ഗോഡ്, ലോട്ട് ഓഫ് നൂൽസ്. പറഞ്ഞാൽ മതി തോന്നുന്നു വൈകി. വല്ലപ്പോഴൊക്കെ ഒരു പൊറോട്ടയൊക്കെ ആവാന്നേ. നമ്മൾ 2-3-4 മാസമൊക്കെ കൂടുമ്പോഴാണ് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തിരി പൊറോട്ടയും ബീഫൊക്കെ ആവാം. ഭാഗ്യം കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷണ വസ്തുവാണ്. ഇത് സൂപ്പറായിട്ട് പൊറോട്ട. പിന്നെ നൂൽ പൊറോട്ട മറ്റേ പൊറോട്ടയെക്കാളും ഇത്തിരി നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബീഫും പൊറോട്ടയും ഒക്കെ ഭാഗ്യനെ കൊണ്ട് കഴിപ്പിച്ചപ്പോൾ ഭാഗ്യം പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് കേൾക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോഴേക്കും പിള്ളേരൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇളയമ വന്നില്ല. ഇളയമയ്ക്ക് ഇങ്ങനെ ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഏതാണ്ട് ഇളയമ ഉണ്ടായിരുന്നില്ല. പിന്നെ സണ്ണിയങ്ങളും ഡെൽസി ആന്റിയും ഒക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് റംബൂട്ടാനും പൊട്ടിച്ചു തന്നു 2 പിന്നെ ആന്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം പൊട്ടിച്ചില്ല. ഇതാണ് നമ്മുടെ ജെനി ആൻറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 2ാമത്തെ കേക്ക് കേട്ടോ. ഒരു പക്ഷേ ആൻറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് കൊടുത്തയക്കുന്ന കാരണം കൊണ്ട് മാത്രമായിരിക്കാം നമ്മൾ ഈ ഒരു ആഘോഷം മുടങ്ങാതെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കേക്കൊക്കെ മേടിക്കണ്ടേ എന്ന് വിചാരിച്ച് അതങ്ങോട്ട് ഒഴിവാക്കി വിടാറാണ് പതിവ്. പക്ഷേ എല്ലാ കൊല്ലവും ആൻറ്റി കൊടുത്തു വിടുന്ന കാരണം കൊണ്ട് ഒരു കേക്ക് മുറി മസ്റ്റാണെന്ന്. അപ്പോൾ ഇത് പിള്ളേര് ചേട്ടൻ്റെ ചങ്ക് ബ്രോസാണ്. എല്ലാവരും കുറച്ച് നേരം അവരോടൊക്കെ വർത്താനം പറഞ്ഞു. ഞാനും അവരെ വല്ലപ്പോഴൊക്കെ വിശേഷങ്ങൾക്ക് വരുമ്പോഴാണ് കാണുന്നതൊക്കെ ഉള്ളൂ. ഞാനങ്ങനെ അമ്പലത്തിൽ പോക്കൊന്നും വലിയ കാര്യമായിട്ടില്ലാത്ത കാരണം കൊണ്ടേ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളെപ്പോഴെങ്കിലും വീട്ടിൽ വിശേഷങ്ങളൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കൂടുന്നത്. ഒരുപാട് കാര്യം പറയാനുണ്ടാവുന്നേ. വർത്താനം പറഞ്ഞാലും കഴിയാത്തൊരു ടീമാണിത്. എനിക്കില്ലേ അപ്പൊ അതെ, അടിച്ചു മേടിക്കും ഞാൻ.
അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ച് 12 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഭാഗ്യനോടൊപ്പമുള്ള 12 വർഷം അടിപൊളിയായിരുന്നു. കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനും നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല ജീവിതം എന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 12 വർഷം. നമ്മളായിട്ടും നമ്മളല്ലാതെയും അഭിനയിച്ചും അഭിനയിക്കാതെയും ഒക്കെ ജീവിച്ച് തീർത്ത ഒരു 12 വർഷം. നമ്മളൊന്നും ആഗ്രഹിച്ച രീതിയിലല്ലല്ലോ ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ നേടിയെടുത്ത ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു അടിപൊളി 12 വർഷം. അത് അനിയനാണ് കേട്ടോ, കനിഷ്കനാണ്. ഒരു വെറൈറ്റി പേരാണല്ലോ ഞങ്ങളുടെ അനിയൻ്റെ. അപ്പോൾ ആള് കുറച്ച് വൈകി വന്നപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ഇനി കുറച്ച് നേരം ഞങ്ങളുടെ വർത്താനം പറയുന്ന സമയമാണ് കേട്ടോ. കുറച്ച് നേരം അധികം ഇരുന്ന് വർത്താനം പറയും. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ഒരു പാതിരാത്രിയൊക്കെ ആയിട്ടാണ് ഭക്ഷണം കഴിച്ച് തിരിച്ച് മടങ്ങാറുള്ളൂ. എല്ലാവരും അയൽപ്പക്കത്തുള്ള കാരണം കൊണ്ടും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാവുന്ന കാരണം കൊണ്ടും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പപ്പിമോനും കൂടി കല്ല് വെച്ച് അതാക്കി അതൊക്കെ ചേട്ടനും പിള്ളേരും ബാക്കി എല്ലാവരും അപ്പുറത്തിരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു. അവർ കുറച്ചും കൂടെ വിപുലമായ ചർച്ചയായിരുന്നു. നമ്മളെ ചർച്ച എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഒതുങ്ങിയ ചർച്ചയാണ്, വീട്ടുകാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പാടത്തേക്ക് പോയതും ഡെൽസി ആൻറ്റിയുടെയും സന്യങ്കളുടെയും പറമ്പിൽ പോയ വിശേഷങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇപ്പോൾ പതുക്കെ പ്രവാസത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മാർട്ടിനും സീമോളും ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് അവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേ പിള്ളേരെല്ലാവരും പോകാൻ നിൽക്കുകയാണ്, കണ്ടില്ലേ, പാതിരാത്രിയായി. അങ്ങനെ ഡെൽസി ആൻറ്റിയും സന്യങ്ങളും ഇതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കല്ലേ പോകണ്ടോ, ഇത്തിരി ദൂരമല്ലേ നടക്കണ്ടു. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ മഴയൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഉമ്മർത്തൊക്കെ ഇരുന്ന് ഒരു അടിപൊളി ദിവസത്തിൻ്റെ പരിസമാപ്തിയാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് വലുതൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ടൊന്നുമല്ല. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇതായിരുന്നു നമ്മുടെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എല്ലാവരും പോയി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹാപ്പി അല്ലേ ഭാഗ്യ? വെരി വെരി ഹാപ്പി.